എത്ര ഉണ്ടാവും? ഒരു 20 കുറവാ കൂടുതലാണ്? 20 അല്ലെങ്കിൽ 20 കുറവ് അല്ല. അപ്പോൾ നമ്മൾ മന്തി പാലസിലാണ് എത്തിയിട്ടുള്ളത്. പണ്ടത്തെ നമ്മളെ കീഴ്ക്കുന്നിലെ ജയ്ത്തൂനാണ് മന്തി പാലസ് ആക്കിയിട്ടുള്ളത്. മന്തി പാലസായി ബാക്കി ഇവർ പറഞ്ഞത് നമ്മുടെ ഇപ്പം എങ്ങനെയാന്ന് വെച്ചാല് അണ്ടി കമ്പനി അല്ലേ? അണ്ടി കമ്പനി കീഴ്ക്കുന്നിലെ മന്തി പാലസ് നടത്തി. അത് മാത്രമല്ല മലപ്പുറത്തെ ടീമാണ് ഇപ്പോൾ നടത്തുന്നത്. മലപ്പുറത്തുള്ള ടീമാണ്. അപ്പോൾ നമ്മളോട് പറയാൻ തുടങ്ങിയിട്ട് കുറേയായി ഇവിടെ ഭയങ്കര ഫുഡ് ടേസ്റ്റാണ്. കാരണം അടിപൊളിയാണ്. പണ്ടാരി കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. വെറൈറ്റി ആളുകളെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഫുഡ് ടേസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ വിവരം ലാസ്റ്റ് നമ്മൾ പറയും. അപ്പോൾ ലാസ്റ്റ് വരെ നിങ്ങൾ കാണും അല്ലേ? എന്തുണ്ട് മകളെ? സുഖല്ലേ? എല്ലാം ശീതം പിടിച്ച പോലെ. ഇനി ഉണ്ടോടാ? ഇപ്പം എങ്ങനെയുണ്ട് നമ്മുടെ മന്തി പാലസ്? എങ്ങനെയുണ്ട് മകളെ? ഹോട്ടലിൽ ഏതായാലും ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ? അതുപോലെ നല്ലൊരു ആദ്യം വരും പോലെയല്ല, കുറേ മാറ്റം വരുത്തിനല്ലേ? വീട് വന്നിട്ടില്ലേനാ? സ്ഥിരമാനാ? ഇപ്പം കുറച്ച് മാറ്റങ്ങൾ വരുത്തിനല്ലേ? നമുക്ക് മേലെ ഇരുന്നാലോ? എന്നാ വിട്. തിക്കും തിരക്കുവോ ഏടാ? ലൈറ്റ് ഇടാണ്ട് തന്നെ നല്ല ക്ലിയർ ഉണ്ട്. അപ്പോൾ ഒരു ഇത്രയും ആൾ വന്നു കഴിഞ്ഞാൽ ഇരിക്കേണ്ട സീറ്റാണ് ഇപ്പോൾ ഇടിയുള്ളത്. 10-20 ആളുകൾ വന്നു കഴിഞ്ഞാൽ തന്നെ ഇരിക്കാൻ പറ്റും അല്ലേ? AC ആയതുകൊണ്ട് കുറച്ച് ചീതം പിടിക്കുന്നില്ലെന്നു അല്ലേ? തണുപ്പുണ്ട് അല്ലേ? നമ്മൾ സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റിയ മന്തി, പിന്നെ വെറൈറ്റി മന്തികൾ വരുന്നുണ്ട്. എന്ത് വേണം പറഞ്ഞോ? ഭക്ഷണം ഇവിടെ വെച്ച് കഴിക്കാന്ന് പറയാൻ കാരണം കുറച്ച് ആളുകൾ പറഞ്ഞ് ഈ മന്തി ഹൗസ് രണ്ടാമത് പുതുക്കി പണിഞ്ഞിട്ടുണ്ട്. ആദ്യം ജയ്ത്തൂനായിരുന്നു മന്തി പാലസ്. അപ്പം വളരെയുള്ള 2-3 ടീം നമ്മളോട് ഞാൻ ഇവിടെ വന്നാൽ ഭക്ഷണം എല്ലാം ടോപ്പാണെന്ന് കഴിക്കാൻ പറ്റില്ല. ഇനി നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം കൃത്യം ടോപ്പാണെങ്കിൽ മാത്രം പറയും. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മളെ അടുത്ത സുഹൃത്തുക്കളെല്ലാം കൂട്ടി നമുക്ക് മെയിനാണ് തോന്നുന്ന എല്ലാരും കൂട്ടി. അപ്പൊ നമുക്ക് കുറച്ച് ഭക്ഷണത്തിന്റെ ഓർഡർ ചെയ്യും, അവർക്ക് കൊടുക്കും. അവര് ബാക്കി ഉണ്ടെങ്കിൽ നമ്മളത് അങ്ങനെയാണ് നമ്മളെ ഫാമിലിനെ സ്നേഹിക്കുന്നത്. അപ്പോൾ പിന്നെ എന്താ പറയുന്നത്, ബാക്കി നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൽ വന്ന ദിവസം കാണിച്ചു കൊടുക്കാം. ഓക്കെ മക്കളെ, എന്തിന്റെ ഫുഡ് വരുന്നുണ്ട് കേട്ടോ. ഫുഡിന് വേണ്ടി കുട്ടികളെല്ലാം കാത്തിരിക്കലാണ്. ഇതെന്താ സംഭവം? ഇത് മസാല മന്തി, നമ്മളെ ഹൈലൈറ്റ്. ഇത് പെപ്പർ, ഇത് പെരി പെരി, ഇത് നോർമല്, ഇത് നമ്മള് മന്തി രാജാവ്, മന്തി ചിക്കൻ, പിന്നെ ഇത് ഹണി ചില്ലി, ഇത് ഹണി. അപ്പൊ എല്ലാ ഐറ്റംസും ഉണ്ടല്ലേ? എല്ലാ ഐറ്റംസും ഉണ്ട്. ഇപ്പൊ തുടങ്ങിയിട്ട് എത്ര ചെയ്യുന്ന? തുടങ്ങിയിട്ട് ഇപ്പൊ 3 മാസത്തിനായിരുന്നു. 3 മാസമായിട്ടുള്ളൂ അല്ലേ? അപ്പൊ പിന്നെ ഇതിപ്പോ നിലവിൽ ഓരോ ആളുകൾ പറയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മന്തിയെ അടിപൊളിയാകുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു വരുന്നുള്ളൂ. അതിനെക്കാട്ടും മുന്നേ ഉള്ളവര് ജയ്ത്തൂന അന്നേരം നമ്മൾ വരുത്തുന്നുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നമുക്കിനി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അഭിപ്രായം എല്ലാവരും ഉള്ളത് പറയാമോ മക്കളെ? കേട്ടാ, ഓളാണ് സപ്ലയർ. പിള്ളേരെല്ലാം അടിപൊളിയാക്കാൻ നമ്മളെ കസ്റ്റമർ എടുത്തിട്ടോ. അടിപൊളിയായിട്ട് സംഭവം. മന്തി അഭിപ്രായം ശരിക്കും എന്താ പോലെ പറഞ്ഞാൽ എനിക്ക് അടിപൊളിയായിട്ട് തോന്നുന്നു. ഓരോരുത്തരുടെ അഭിപ്രായം പറയും.
ഓരോരുത്തരുടെ അഭിപ്രായം വിലപ്പെട്ടതാണ്. പറഞ്ഞോ ഉണ്ട് പയ്യെ പയ്യെ പറയാം. പക്ഷെ ഇപ്പൊ കഴിക്കുമ്പോ അതിന്റെ ഒരു അല്ല അങ്ങനെ കഷ്ടം മണായിരിക്കുന്നത്. നിങ്ങൾ വരണം, ഇവിടെ വരണം. എന്തായാലും പല സ്ഥലത്തുനിന്ന് മന്തി മാത്രം ആ ഷോപ്പിൽ തന്നെ പോയിട്ട് അല്ലെങ്കിൽ ആ ഹോട്ടലിൽ തന്നെ പോയിട്ട് നിങ്ങൾ കഴിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വരും ഫാമിലി ആയിട്ട്. മക്കളെ പിന്നിതാ വയ്യ എത്തിയില്ല എന്ന് പറയാ. എന്താ വേണ്ട പറഞ്ഞോ? കഷ്ടമാണോ? ഇനി ഇതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കിയതുകൊണ്ട് ഉപ്പാനും ഉമ്മാനും ഫാമിലിന്ന് മൊത്തം കൂട്ടിയിട്ട് വരും കേട്ടാ. നിങ്ങൾ മാത്രം കഴിച്ചാ പോരല്ല, അവരെല്ലാം കൂട്ടിട്ട് വരണേ കേട്ടാ. മലാല ആണോ പറയണ്ട? മലാല എന്റെ അതിന് കേട്ടാ. കഷ്ടമെല്ലാം പിന്നെ അങ്ങനെ കളയറ് അപ്പുറത്തിപ്പുറത്തെല്ലാം കൊടുക്ക് വേണ്ടെങ്കില്. വെറുതെ പറയുന്നല്ല, റസീന മന്തിന്റെ ആളാണ്, മന്തിന്റെ ആളാണ്, മന്തി വെക്കുന്ന ആളാണ്. അതുകൊണ്ട് പറയുന്നില്ല. അടിപൊളി. ഒരു പ്രാവശ്യം നിങ്ങൾ വന്നിട്ട് എന്തെങ്കിലും വ്യത്യസ്ത അഭിപ്രായം ഇത് കമന്റ് അടിപൊളിയായിട്ട്. നമ്മള് എല്ലാ ഇവിടുന്ന് മട്ടന്നൂർ വരെയുള്ള എല്ലാ മന്തി ഹൗസിലും കയറിയതാണ്. ഇവിടുന്ന് മോശം ആണെന്ന് പറയുന്നില്ല, എന്നാലും ഇത് വേറൊരു ലെവലാണ്. ഇത് മലപ്പുറത്തുനിന്ന് ഇപ്പൊ അടുത്ത് വന്നതാണ്. ആരും ഇവിടെ പരിചയം ഉണ്ടാവില്ല. അപ്പൊ അവിടെ എത്ര വേണം കൊടുക്കണം. പിന്നെ അപ്പൊ അവിടെയും ഉള്ളവരെല്ലാം ഒന്ന് പോകുന്നവരെല്ലാം ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറുക. ഇത് വരുന്ന ലൊക്കേഷൻ വരുന്ന വയ്യ നമ്മൾ പറഞ്ഞത്. ഓക്കെ മകളെന്താ പണ്ട് പറഞ്ഞോ? പറടാ ചോറിട്. ചോറിതാ ബാക്കി ചോറിട്. അങ്ങനെയുണ്ട്. ഉപ്പാനും ഉമ്മാനും എല്ലാം കൂട്ടിട്ട് വരും കേട്ടോ. റസീന കോരി ഇടുന്നുണ്ട്. ഇതേടി ഞാൻ തട്ടുന്നീ. എല്ലാ സ്ഥലത്തു നിന്നും അടിപൊളിയാന്നുള്ള അഭിപ്രായമുണ്ട്. ആർക്കെല്ലാം എരിയുന്നുണ്ട്. നിർത്തുമോനെ. വിഭുവും പച്ചുവന്ന് വർത്താനം പറയാണ്ട് നിന്ന് രണ്ടാമത്തെ വലിയ പ്ലേറ്റ് വരെ കാര്യമാക്കി. വട്ടച്ചോന് പൊരുത്ത് തിന്നാറി പോവും. മകളെ ഒരു പ്ലേറ്റിൽ ഒരു ചോറ് പോലും കാണറേ ബാക്കിയാറേ കേട്ടാ. ആ കഷ്ണെല്ലാം എടുത്ത് നിന്ന് കഷ്ണെല്ലാം ഉണ്ടെങ്കിൽ പൊട്ട് മാത്രമേ ഉള്ളൂ. ഇനി വേണാ? ഇനി വേണം? ആർക്കെങ്കിലും വേണോ കഷ്ണോ? സത്യമായിട്ട് പറയുന്നില്ല. മതിയായിനാ? നല്ലോണം ശരിക്കും കിട്ടിയില്ലേ? ഇതാക്ക് വേണോ? എനിക്ക് വേണോണേ? ആനെ എനിക്ക് വേണം. അത് തേച്ച് നിന്ന് ഇതാണ് വേണോ? റസീനാക്ക് ഇത് കിട്ടാത്ത ഇറങ്ങുണ്ടോ മക്കളെ? കിട്ടാത്ത ഇറങ്ങുണ്ടോ? ഇല്ലല്ലോ. പിന്നെ അപ്പം ഇത് കാണുന്ന ഓരോ ആളുകൾ നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഇവിടുത്തേക്ക് ഒന്ന് വന്ന് ഇതിന്റെ രുചി അറിയുക. അപ്പം മന്തി ഹൗസ്, ഇതിന്റെ പേരെന്നാ? മന്തി പാലസ്. മലപ്പുറത്തുള്ള പുതിയ ടീം വന്നിട്ടാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾ വന്നിട്ട് ഇതിന്റെ ബാക്കി പറയും. പലതരം മന്തികൾ. പെരിപ്പെരി ഇവര് കഴിച്ചിട്ടുണ്ടല്ലേ?
പിള്ളേർക്ക് പെരിപ്പിരി കൊടുത്തു. ഇതൊക്കെ ഉണ്ട് ഈ വെള്ളം. ആണ് ഇതെന്നാ മലാല തുള്ളി. ഓരോന്ന് തുള്ളിട്ട് ഏലൂട്ടിയല്ലോ തുള്ളുന്ന നമ്മളെ ബാക്കി പനി. നീ വീടല്ല കേട്ടാ, അവര് കഴിക്കോളൂ. മോള് വേണ്ട, വീടല്ല. അല്ല വേണ്ട മൊത്ത ഉമ്മ വീടാന്ന് വിചാരിച്ചിട്ടെല്ലാം എടുത്തു വെക്കുന്നുണ്ട് നമ്മുടെ. ഓനെ തിന്ന ക്ഷീണത്തിന് കിടത്താ. ഇതാ നമ്മൾ രാത്രി 10 മണിയായി. അതുകൊണ്ട് ഇവര് തന്നെ മേലേലിലേക്ക് നമ്മൾ ബുക്ക് ചെയ്താ. നമ്മൾ പോട്ടെ. എങ്ങനെയുണ്ട്? ഓക്കെ. എങ്ങനെ മലയാള പാണേ? ഇവരാന്ന് പറയട്ടെ, എനിക്ക് അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ യൂട്യൂബേഴ്സിനോടൊന്നും പറഞ്ഞില്ല. അപ്പൊ എല്ലാരും അടിപൊളി. അത് മാത്രമല്ല, നിങ്ങള് അരിയെല്ലാം കൂട്ടിയിട്ട് നിങ്ങൾ പനിയും അരിയ വേറെ ആരും കൊണ്ട് അവരെല്ലാം കൂട്ടിയിട്ട്. അപ്പൊ നമ്മുടെ വീഡിയോ കാണുക. എന്നിട്ട് നമ്മൾ പറഞ്ഞ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ എഴുതിക്കോ. 100% വളരെ രുചികരമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക,